1944 ജൂൺ 16 സൗത്ത് കരോലിനയിലെ ജയിൽ. 3 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ വെള്ളക്കാരനായ ജഡ്ജി വിധി പ്രസ്താവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയ പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസമായിരുന്നുവെന്ന്. 11 വയസ്സുകാരി ബെറ്റി ജൂൺ ബിന്നിക്കറിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും വിസമ്മതിച്ചതിന്റെ ദേഷ്യത്തിൽ അവളെയും 7 വയസ്സുകാരി മേരി എമ്മയെയും ഇരുമ്പ് ദണ്ട് വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. തികച്ചും പൈശാചികവും ക്രൂരവുമായ കൃത്യം ചെയ്ത പ്രതി വധശിക്ഷയല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. കോടതി വിധി നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ ജയിൽ പരിസരത്ത് നടക്കുന്നത്. തൊട്ടടുത്ത നിമിഷം തനിക്ക് സംഭവിക്കാൻ പോകുന്ന, തന്നെ വിഴുങ്ങാൻ പോകുന്ന മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളെ ഓർത്ത് ഭയന്ന് ആ പ്രതി വാവിട്ട് നിലവിളിക്കുകയും കൊലക്കളത്തിലേക്ക് പോകാൻ തയ്യാറാകാതെ കുതറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, അവസാനത്തെ ശ്രമം എന്നവണ്ണം അവൻ ആ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അത് ആര് കേൾക്കാനാണ്? അല്ലെങ്കിൽ ഇനി കേട്ടുവെങ്കിൽ തന്നെ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? കോടതി വിധി നടപ്പിലാക്കേണ്ട ജോലി മാത്രം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആ ഉദ്യോഗസ്ഥർ. ഇതിനകം എത്രയോ പേരുടെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ. അതിനുമപ്പുറത്ത് അവർക്ക് ഈ വധശിക്ഷയും മറ്റൊരു വധശിക്ഷയല്ല. ജയിൽ അധികൃതർ വളരെ നിസ്സാരമായി അവനെ മുന്നോട്ട് നയിച്ചു. അവരുടെ യാത്ര ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന മുറിയിൽ അവസാനിച്ചു. തൂക്കുകയറായിരുന്നില്ല, പകരം വൈദ്യുത കസേരയിൽ ബന്ധിപ്പിച്ച് വൈദ്യുതി കടത്തിവിട്ട് കൊല്ലുന്ന രീതിയായിരുന്നു അന്ന് അവിടെ നടപ്പിലാക്കിയിരുന്നത്. പ്രതി അപ്പോഴും ഒരു ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കസേരയിലേക്ക് ബലമായി ഇരുത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ പോലും പ്രതി ഭയന്നു വിറച്ച് കുതറിയോടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആരോഗ്യ ദൃഢഗാത്രരായ വെള്ളക്കാർ അവനെ വളരെ നിസ്സാരമായി ഇലക്ട്രിക് ചെയറിലേക്ക് പിടിച്ചിരുത്തി ബന്ധിച്ചു. തുടർന്ന് സ്വിച്ചിൽ അവരുടെ വിരലുകൾ അമർന്നു. 2400 വോൾട്ട് കറണ്ട് പ്രതിയുടെ ശരീരത്തിലൂടെ ക്ഷണനേരം കൊണ്ട് കടന്നുപോയി. വിറച്ച് വിറങ്ങലിച്ച് കണ്ണുകൾ പുറത്തേക്ക് തള്ളി വായിൽ നിന്ന് നുരയും പതയും ഒഴുകി ആ ശരീരം നിമിഷങ്ങൾക്കുള്ളിൽ നിശ്ചലമായി. എന്തൊരു ക്രൂരമായ വധശിക്ഷയായിരുന്നു അത്. ഇനി പറയാൻ പോകുന്ന വാചകം കൂടി കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആ ക്രൂരതയുടെ വ്യക്തമായ ചിത്രം മനസ്സിലാവും. വെറും 14 വയസ്സ് മാത്രമുള്ള ആഫ്രോ അമേരിക്കൻ ജോർജ് സ്റ്റിന്നി എന്ന നിരപരാധിയായ ബാലനായിരുന്നു അന്ന് വധിക്കപ്പെട്ട ആ ആൾ. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവമായിരുന്നു അവിടെ അരങ്ങേറിയത്. ആർക്കു വേണ്ടിയാണ് പോലീസ് എന്ന 14-കാരനായ ബാലനെ കരുവാക്കിയത്? ആർക്കു വേണ്ടിയാണ് കോടതി തിടുക്കത്തിൽ അന്ന് അവന് വധശിക്ഷ വിധിച്ചത്? 81 വർഷങ്ങൾക്ക് മുൻപ് അരങ്ങേറിയ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഹൃദയഭേദകവുമായ സംഭവങ്ങളിൽ ഒന്നായ ജോർജ് സ്റ്റിന്നി ജൂനിയറിന്റെ ദാരുണമായ വധത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ദക്ഷിണ കരോലിനയിലെ അൽക്കോലു എന്ന ചെറിയ ഗ്രാമത്തിലാണ് 1929 ഒക്ടോബർ 21 ജോർജ് സ്റ്റിന്നി ജനിച്ചത്. മില്ലുകളുടെ പട്ടണമായിരുന്നു അൽക്കോലു. സ്വാഭാവികമായും ആ മില്ലിലെ ജോലിക്കാരനായിരുന്നു പിതാവ് ജോർജ് ജൂനിയർ സ്റ്റിന്നി. അമ്മയുടെ പേര് എമി ബ്രൗൺ സ്റ്റിന്നി. ജോർജിന് ജോൺ ചാൾസ് സ്റ്റിന്നി, കാതറിൻ, എമി സ്റ്റിന്നി എന്നീ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ദരിദ്ര കുടുംബമായിരുന്നു അവരുടേത്. കോഴിക്കോട് പോലെയുള്ള ചെറിയൊരു കൂരയിലായിരുന്നു 4 മക്കളും മാതാപിതാക്കളും ജീവിച്ചിരുന്നത്. അന്ന് അമേരിക്കയിലെ ദക്ഷിണ സംസ്ഥാനങ്ങൾ വർഗീയ ചേരിതിരിവിന്റെ പിടിയിൽ ആയിരുന്നു. വെള്ളക്കാരും കറുത്തവരും തമ്മിൽ കടുത്ത വിവേചനം നിലനിന്നിരുന്ന കാലഘട്ടം. വെള്ളക്കാരുടെയും കറുത്ത വർഗക്കാരുടെയും അയൽവക്കങ്ങൾ തമ്മിൽ റെയിൽവേ ട്രാക്കുകളാൽ വേർതിരിക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, വെള്ളക്കാർക്കും കറുത്ത വർഗക്കാർക്കും വേണ്ടി പ്രത്യേകം സ്കൂളുകളും ആരാധന ആലയങ്ങളും ഉണ്ടായിരുന്നു. പരസ്പരം ആശയവിനിമയം പോലും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു ആ സംഭവം നടക്കുന്നത്. 1944 മാർച്ച് 22 14-കാരനായ ജോർജും സഹോദരിമാരും വീട്ടുമുറ്റത്ത് കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 5 അടി 1 ഇഞ്ച് ഉയരവും
40 കിലോ തൂക്കവുമായിരുന്നു ജോർജിന് അന്ന് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് റെയിൽവേ ട്രാക്കിന് എതിർവശത്ത് താമസിച്ചിരുന്ന വെള്ളക്കാരുടെ മക്കളായ ബെറ്റി ജൂൺ ബിന്നിക്കറും മേരി എമ്മ തോംസും കൂടി അവിടെ എത്തിയത്. യഥാക്രമം 11ഉം 7ഉം വയസ്സായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പെൺകുട്ടികൾ മെയ് പോപ്പ് പൂക്കൾ തേടിയിറങ്ങിയവർ ആയിരുന്നു. അത് എവിടെ ഉണ്ടാകും എന്ന് പെൺകുട്ടികൾ ജോർജിനോട് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ല എന്നായിരുന്നു അവന്റെ മറുപടി. മെയ് പോപ്പ് പൂക്കളെ തേടി വെള്ളക്കാരി പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടി പോയപ്പോൾ ജോർജും കൂടപ്പിറപ്പുകളും കളി തുടരുകയായിരുന്നു. പിന്നെ ജോർജിനെ തേടിയെത്തിയത് ഞടുക്കുന്ന ഒരു വാർത്തയായിരുന്നു. ബെറ്റിയെയും മേരിയെയും കാണാനില്ല. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പെൺകുട്ടികൾ വീട്ടിൽ തിരികെ എത്താതിരുന്നതിനെ തുടർന്ന് വീട്ടുകാരുടെ അന്വേഷണമാണ് ആ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. അയൽക്കാരും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പെൺകുട്ടികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. പൂക്കൾ തേടിപ്പോയ പെൺകുട്ടികൾക്ക് എവിടെയെങ്കിലും വെച്ച് വഴി തെറ്റിപ്പോയിട്ടുണ്ടാകാം എന്ന ധാരണയിൽ അന്വേഷണ സംഘം പല വഴിക്ക് പോവുകയുണ്ടായി. അക്കൂട്ടത്തിലെ ചിലരാണ് നടുക്കുന്ന ആ കാഴ്ച കണ്ടത്. ഒരു വെള്ളക്കുഴിയിൽ ജീവനറ്റ നിലയിൽ ആ പെൺകുരുന്നുകളുടെ മൃതദേഹങ്ങൾ കിടക്കുന്നു. ഇരുമ്പ് ദണ്ടുകൊണ്ട് ആരോ അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. മാതാപിതാക്കളുടെ നിലവിളി അവിടെ മുഴങ്ങി. പെൺകുട്ടികളുടെ സഞ്ചാരപഥങ്ങളുടെ പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം ചെന്നു നിന്നത് ജോർജിന്റെ വീട്ടുമുറ്റത്ത് ആയിരുന്നു. പെൺകുട്ടികളെ അവസാനമായി കണ്ടതും സംസാരിച്ചതും എന്ന നിലയിലായിരുന്നു ആ അന്വേഷണം അവിടെ എത്തിയത്. പോലീസിനെ മുറ്റത്ത് കണ്ടതേ ജോർജിന്റെ സഹോദരിമാർ പേടിച്ച് വീടിന്റെ പിന്നിൽ ഒളിച്ചു. ജോർജും സഹോദരനും പോലീസുകാരുടെ മുന്നിൽ നിന്ന് കിടുകിടാ വിറച്ചു. പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് സത്യസന്ധമായാണ് ജോർജ് മറുപടി പറഞ്ഞത്. പെൺകുട്ടികൾ പൂ നിൽക്കുന്ന സ്ഥലം ചോദിച്ച് വീട്ടുമുറ്റത്ത് എത്തിയിരുന്നുവെന്നും അവരോട് അതേക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് സംസാരിച്ചുവെന്നും അവൻ പറഞ്ഞു. പോലീസിന് അത് മതിയായിരുന്നു. സത്യസന്ധമായ ഉത്തരങ്ങളിൽ പോലും കുറ്റകൃത്യത്തിനുള്ള പഴുതുകൾ കണ്ടെത്താൻ വെള്ളക്കാരായ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല കഴിവ് ഉണ്ടായിരുന്നു. പോരാത്തതിന് ജോർജ് ഒരു കറുത്ത വർഗക്കാരനും. ജോർജും സഹോദരനും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഞൊടിയിടയിൽ അവിടെ സംഭവിച്ചത്. പോലീസ് ജോർജിനെയും സഹോദരനെയും വിലങ്ങണിയിച്ചു. ആ കൗമാരക്കാർ ഉറക്കെ നിലവിളിച്ചു. ഖേദകരമെന്ന് പറയട്ടെ, ഈ സംഭവം നടക്കുമ്പോൾ മാതാപിതാക്കൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ നിലവിളി കേട്ട് കറുത്ത വർഗക്കാരുടെ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നു. അന്യായമായി ജോർജിനെയും ജോണിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെ അവർ പ്രതിഷേധിച്ചു. എന്നാൽ പ്രതിഷേധമൊന്നും വിലപ്പോയില്ല. കുട്ടികളെ പോലീസ് വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. HS ന്യൂമാൻ എന്ന വെള്ളക്കാരനായിരുന്നു ജോർജിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ജോൺ നിരപരാധിയാണ് എന്ന് അയാൾ വിധി എഴുതുകയും ജോർജ് കുറ്റക്കാരനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജോർജ് സ്റ്റിന്നി എന്ന 14-കാരനാണ് കുറ്റക്കാരൻ എന്നും താൻ അവനെ അറസ്റ്റ് ചെയ്തുവെന്നും പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും അയാൾ വ്യക്തമാക്കുകയുണ്ടായി. പെൺകുട്ടികളെ വലിയൊരു ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചുവെന്നും 6 അടി താഴ്ചയുള്ള ഒരു കുഴിയിലാണ് അവരെ ഇട്ടിരിക്കുന്നത് എന്നും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഇരുമ്പ് തണ്ട് എവിടെയാണെന്ന് കണ്ടെത്തി തരാമെന്ന് അവൻ പറഞ്ഞതായും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയുണ്ടായി. ഇത് വലിയ ഒരു പ്രക്ഷോഭത്തിനാണ് തുടക്കം കുറിച്ചത്. സ്വതവേ കറുത്ത വർഗക്കാരോട് അകൽച്ചയും നീരസവും പ്രകടമാക്കിയിരുന്ന 3ാം കിട പൗരന്മാരായി അവരെ കണക്കാക്കി പോന്നിരുന്ന വെള്ളക്കാർക്ക് ഇതവരെ ആക്രമിക്കാനും സ്ഥലത്ത് നിന്ന് ഓടിക്കാനും കാരണമായി മാറുകയായിരുന്നു. വെള്ളക്കാർ കൂട്ട ആക്രമണങ്ങൾ കറുത്തവർക്കെതിരെ അഴിച്ചുവിട്ടു. അവരുടെ വീടുകൾക്ക് തീയിട്ടു. കറുത്ത വംശജരായ ജോലിക്കാരെ വെള്ളക്കാരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ടു. ശക്തമായ ആ പ്രക്ഷോഭത്തിൽ പിടിച്ചു നിൽക്കാൻ ജോർജിന്റെ കുടുംബത്തിനും കഴിഞ്ഞില്ല. ജോർജിന്റെ പിതാവിനും മില്ലിലെ ജോലി നഷ്ടമായി. ഒരു മകനെ വെള്ളക്കാർ കൊലപാതകി എന്ന് മുദ്രകുത്തി തനിക്ക് നഷ്ടപ്പെട്ടവനാക്കി ഇനിയുള്ള മക്കളെയെങ്കിലും ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷിക്കാനായി ആ മാതാപിതാക്കൾക്ക് 3 മക്കളെയും കൊണ്ട് അവിടം വിട്ട് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. ഈ സമയമെല്ലാം ജോർജ് എന്ന ആ 14 വയസ്സുകാരനായ ബാലൻ പോലീസ് സ്റ്റേഷനിൽ കടുത്ത ഒറ്റപ്പെടലിനും വെള്ളക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വെറുപ്പ് നിറഞ്ഞ നോട്ടത്തിൽ മുറിവേറ്റും ഭയന്ന് കഴിയുകയായിരുന്നു. ബെറ്റിയുടെ ജനനേന്ദ്രിയത്തിൽ നേരിയ മുറിവ് ഉണ്ടായിരുന്നതാണ് ജോർജിനെ പ്രതിയാക്കാൻ പോലീസുകാരന് പ്രേരണ നൽകിയത്. ജോർജിനെ കുറ്റക്കാരനാക്കാൻ അയാൾ കണ്ടെത്തിയ നിഗമനങ്ങളും കഥകളും ഇപ്രകാരം ആയിരുന്നു. പൂക്കൾ തേടിപ്പോയ പെൺകുട്ടികളെ ജോർജ് പിന്തുടരുകയും അതിൽ ബെറ്റിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടി വിസമ്മതിച്ചതിനാൽ 2 പെൺകുട്ടികളെയും മാരകമായ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ജോർജ് കൊലപ്പെടുത്തുകയും ചെയ്തു. ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും ഇടയിലുള്ള ഒരു ദിവസം മാത്രമേ മാതാപിതാക്കൾക്ക് സ്വന്തം മകനെ കാണാൻ കഴിഞ്ഞുള്ളൂ.
വളരെ സങ്കടകരമായിരുന്നു ആ കൂടിക്കാഴ്ച. ആ ദിവസം അപ്പൻ മകന് നൽകിയതാകട്ടെ ഒരു ബൈബിൾ ആയിരുന്നു. ആ ബൈബിളിൽ അവൻ ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് നിസ്സഹായനായ ആ പിതാവ് ആശ്വസിച്ചിരുന്നിരിക്കാം. ജോർജിനെ പോലീസ് 81 ദിവസം തടവിൽ സൂക്ഷിക്കുകയുണ്ടായി. അക്രമാസക്തരായ വെള്ളക്കാരുടെ കൈകളിൽ നിന്ന് അവന്റെ ജീവൻ രക്ഷിക്കാനായി അൽക്കോലുവിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള കൊളംബിയയിലെ ജയിലിലേക്കാണ് ജോർജിനെ അവർ കൊണ്ടുപോയത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുറ്റാരോപിതനെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ ഒന്നും ജോർജിനെ വിചാരണ ചെയ്യുമ്പോൾ പാലിക്കപ്പെടുകയുണ്ടായില്ല. മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിലായിരുന്നു കോടതി വിചാരണകൾ നടന്നത്. നല്ലൊരു വക്കീലിനെ മകന് വേണ്ടി ഏർപ്പാടാക്കാൻ പോലും നിസ്സഹായനും ദരിദ്രനുമായ ആ പിതാവിന് സാധിച്ചില്ല. സർക്കാർ വക്കീലാണ് കേസ് വാദിച്ചത്. അയാളാകട്ടെ തീർത്തും ആത്മാർത്ഥതയില്ലാതെയാണ് വാദിച്ചതും. ജോർജിനെ നിഷ്പ്രയാസം രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്ന പല തെളിവുകളും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പബ്ലിക് പ്രോസിക്യൂട്ടറായ ചാൾസ് പ്ലോഡനിന് സാധിച്ചില്ല. സാക്ഷി വിസ്താരം നടത്താനും അയാൾ തയ്യാറായതുമില്ല. വെറും 2 മണിക്കൂർ കൊണ്ട് വിസ്താരം പൂർത്തിയാക്കി എന്നതാണ് ഈ കേസിന്റെ മറ്റൊരു ദുര്യോഗം. വിചാരണയ്ക്ക് ശേഷം വെറും 10 മിനിറ്റിനുള്ളിൽ വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ബെറ്റി എന്ന 11-കാരിയുടെയും മേരി എന്ന 7 വയസ്സുകാരിയുടെയും കൊലപാതകങ്ങളിൽ ജോർജ് സ്റ്റിന്നി കുറ്റക്കാരൻ ആണ് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവൻ കുറ്റക്കാരനാണ് എന്നും പൈശാചികമായി പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും അർഹിക്കുന്നില്ല എന്നുമായിരുന്നു കോടതിയുടെ വിധി. വെള്ളക്കാർ മാത്രം തിങ്ങി നിറഞ്ഞ ആ കോടതി മുറിയെയും അവിടെ നിസ്സഹായനായി നിൽക്കുന്ന ജോർജിനെയും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ചങ്കുലയ്ക്കുന്ന ദൃശ്യമായിരുന്നു അത്. അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പോഴെല്ലാം അവൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. വെള്ളക്കാരുടെ കോടതി നേരത്തെ തന്നെ അവന്റെ ജീവനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയായ കേസുകളിൽ ഒന്നായിട്ടാണ് ചരിത്രം ജോർജ് സ്റ്റിന്നിയുടെ കേസിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെറും ഒരു ദിവസത്തിൽ വിചാരണയും വിധിയും നടന്നു. 14 വയസ്സുകാരനായ ഒരു ബാലന് മരണശിക്ഷ വിധിച്ചതോടെ ജോർജ് സ്റ്റിന്നി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മരണശിക്ഷ അനുഭവിച്ച വ്യക്തിയായി മാറുകയായിരുന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ എന്തിനാണ് അവർ കൊല്ലുന്നത് എന്ന് ജോർജ് സ്റ്റിന്നി പിതാവിനോട് ചോദിച്ച് നെഞ്ചുപൊട്ടി കരഞ്ഞതായും ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് ജയിൽവാസത്തിൽ സഹതടവുകാരോട് ജോർജ് പറഞ്ഞതായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വധശിക്ഷ വിധിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം 1944 ജൂൺ 16 വൈദ്യുത കസേരയിൽ 14-കാരനായ സ്റ്റിന്നിയെ ഇരുത്തി അവന്റെ തലയിൽ കൂടി കരണ്ട് കടത്തിവിട്ട് ഭരണകൂടം ആ ക്രൂരമായ വധശിക്ഷ നടപ്പിലാക്കി. മുൻപ് പറഞ്ഞതുപോലെ പിതാവ് നൽകിയ ബൈബിളും ചേർത്ത് പിടിച്ചായിരുന്നു അവൻ മരണത്തിന്റെ മുഖത്തേക്ക് നടന്ന് നീങ്ങിയത്. ഇലക്ട്രിക് ചെയറും ഉപകരണങ്ങളും തമ്മിലുള്ള ഉയരം കൃത്യമാക്കുവാൻ വേണ്ടി ഈ ബൈബിൾ തന്നെയാണ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിൾ എടുത്ത് അതിന്റെ മീതെ അവനെ ഇരുത്തി അവർ ഉയരം ക്രമീകരിക്കുകയുണ്ടായി. മുതിർന്നവർക്ക് വേണ്ടി നിർമ്മിച്ച ഇലക്ട്രിക് ചെയർ ആയതിനാൽ കസേരയിൽ അവനെ ബന്ധിപ്പിച്ച സ്ട്രാപ്പുകൾ അയഞ്ഞു കിടക്കുകയായിരുന്നു. മുഖം മൂടാൻ ഉപയോഗിക്കുന്ന മാസ്കിലേക്ക് തല എത്തുന്നുണ്ടായിരുന്നുമില്ല. ഈ സാങ്കേതിക തടസ്സം പരിഹരിക്കാനാണ് ബൈബിൾ എടുത്ത് കസേരയിൽ വെച്ച് അവനെ അതിന്റെ മുകളിൽ ഇരുത്തിയത്. കൈകൾ ചേർത്ത് കെട്ടിയ ഹണ്ടറോട് ഒന്നും ചെയ്യാത്ത എന്നെ കൊല്ലുന്നത് എന്തിനാണ് എന്ന് അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അയാൾക്ക് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിറങ്ങലിച്ച് അവൻ അവിടെ മരിച്ചു വീണു. ജോർജ് സ്റ്റിന്നിയുടെ കഥ വർഗീയ വിവേചനത്തിന്റെ ക്രൂരമായ മുഖമായി ലോകത്തിന്റെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു നിന്നു. സംഭവത്തിന് പിന്നാലെ അമേരിക്കയിലും ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നു. എന്നാൽ അന്നത്തെ അമേരിക്കൻ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ കറുത്ത വർഗക്കാർക്ക് നീതി കിട്ടുക അസാധ്യമായിരുന്നു. വെള്ളക്കാരുടെ പ്രഭുത്വം നിയമങ്ങളെയും കോടതികളെയും നിയന്ത്രിച്ചിരുന്ന കാലമായിരുന്നുവല്ലോ അത്. വധശിക്ഷ നേരിട്ട് കാണാൻ വെള്ളക്കാർ ഇളകി മറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ജോർജിന്റെ മരണം അവർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷിക്കുകയുണ്ടായി. 14 വയസ്സുകാരൻ കൊടും ക്രിമിനലിന് അർഹമായ ശിക്ഷ വിധിച്ചതിൽ എല്ലാവരും മജിസ്ട്രേറ്റിനെ അഭിനന്ദിച്ചു. കറുത്ത വർഗക്കാർ ഒരിക്കൽ കൂടി വെറുക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരുമായി മാറി. ജോർജിന്റെ വധശിക്ഷയോടെ ആ കഥ അവിടെ അവസാനിച്ചുവെന്നാണ് കരുതിയത്. പക്ഷേ സത്യത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ. അർഹതപ്പെട്ടവരെ തേടി നീതിക്ക് വരാതിരിക്കാനും കഴിയില്ലല്ലോ. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കിയത് അതായിരുന്നു.
ജോർജ് നിരപരാധിയാണ് എന്ന് തുടക്കം മുതൽ തന്നെ അവന്റെ സഹോദരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാരണം അവരെല്ലാം ആ സമയങ്ങളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നുവല്ലോ. എന്നാൽ ജോർജിനേക്കാൾ ഇളയവരായ അവരുടെ ശബ്ദം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിന് പുറമെ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും ചരിത്രകാരന്മാരും ഈ കേസ് വീണ്ടും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും ജോർജ് സ്റ്റിന്നിയുടെ കേസ് വീണ്ടും കോടതി മുറിയിൽ എത്തി. അവനെ മരണശേഷമെങ്കിലും കുറ്റവിമുക്തൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് 2004 കുടുംബവും രംഗത്തെത്തി. 2013 ഒക്ടോബറിൽ ഫാമിലി അഡ്വക്കേറ്റ് ഇത് സംബന്ധിച്ച് ഒരു ഹർജി ഫയൽ ചെയ്തു. കൂടാതെ ജോർജ് ഫ്രയർസൺ എന്ന ചരിത്രാന്വേഷകനും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു. അൽക്കോളു സ്വദേശിയായ അദ്ദേഹത്തിന് ഒരു പഴയ പത്രവാർത്തയിൽ നിന്നാണ് ജോർജിന്റെ കേസിനെ കുറിച്ച് വിവരം കിട്ടിയത്. ജോർജിന്റെ വിചാരണ നീതിപൂർവമായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നിയമവിദഗ്ധരുമായി അതേക്കുറിച്ച് വിശദമായ ചർച്ച നടത്തുകയും ഒടുവിൽ കേസ് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ജോർജ് സ്റ്റിന്നിയോട് അമേരിക്കൻ കോടതി ക്രൂരമായി പെരുമാറിയോ, അവന് നീതി നിഷേധിച്ചോ, അതായിരുന്നു കോടതിയുടെ അന്വേഷണം. കോടതി വളരെ കാര്യക്ഷമമായി ഈ കേസിൽ ഇടപെട്ടു, തെളിവുകൾ പരിശോധിച്ചു, അന്നത്തെ സാഹചര്യങ്ങളെ വിശദമായ പരിശോധനയ്ക്കും അപഗ്രഥനത്തിനും വിധേയമാക്കി. അതിന്റെ ഒടുവിൽ 2014 ഡിസംബറിൽ ജഡ്ജി മുള്ളൻ ജോർജിന് വിധിച്ച വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കി. 70 വർഷങ്ങൾക്ക് ശേഷം 2014 ദക്ഷിണ കരോലിനയുടെ കോടതി കേസ് വീണ്ടും പരിഗണിച്ചു. പഴയ രേഖകളും തെളിവുകളും പരിശോധിച്ചപ്പോൾ ജോർജിനെതിരെ കുറ്റസമ്മതം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞു. വിചാരണ ഭരണഘടനാ വിരുദ്ധവും അന്യായവുമാണ് എന്ന് കോടതി വിധിച്ചു. അതോടെ ജോർജ് സ്റ്റിന്നി കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. ജഡ്ജി മുള്ളന്റെ നിരീക്ഷണങ്ങൾ ഇപ്രകാരമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ചെയ്തത്. റേപ്പ് നടന്നതിന് തെളിവുകളില്ല. സ്റ്റിന്നിക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വധശിക്ഷ അതിക്രൂരവും അശാസ്ത്രീയവും അസാധാരണവും ആയിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വതന്ത്രമായ ഒരു അന്വേഷണവും നടത്തിയില്ല. കേസ് തയ്യാറാക്കാൻ സ്ഥലം മാറ്റത്തിനോ അധിക സമയമോ ആവശ്യപ്പെട്ടില്ല. സാക്ഷികളുടെ ക്രോസ് വിസ്താരത്തിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. വിചാരണയുടെ ദൈർഘ്യമനുസരിച്ച് തന്റെ കക്ഷിക്ക് വേണ്ടി വളരെ കുറച്ച് സാക്ഷികളെ മാത്രമേ ഹാജരാക്കിയുള്ളൂ. അപ്പീൽ ഫയൽ ചെയ്യാനോ വധശിക്ഷ സ്റ്റേ ചെയ്യാനോ ശ്രമിച്ചില്ല. ഇപ്രകാരം ജോർജ് നിരപരാധിയായിരുന്നുവെന്നും ഭരണഘടനാ അവകാശങ്ങൾ അവന് നിഷേധിക്കപ്പെട്ടു എന്നുമായിരുന്നു അദ്ദേഹം സമർത്ഥിച്ചത്. കോടതി 70 വർഷങ്ങൾ കഴിഞ്ഞ് ജോർജിനെ കുറ്റവിമുക്തൻ ആക്കിയെങ്കിലും ഒരു നിരപരാധിയുടെ ജീവന് പകരം വെക്കാൻ ആകുന്നത് ആയിരുന്നില്ല ആ കോടതി വിധി. അവന്റെ മാതാപിതാക്കൾ കുടിച്ച കണ്ണീരിനും അപമാനത്തിനും സങ്കടത്തിനും അതുകൊണ്ട് വില നിശ്ചയിക്കാൻ കഴിയില്ല. എങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിലുള്ള അപമാനം ജോർജ് സ്റ്റിന്നിയിൽ നിന്ന് മാഞ്ഞുപോയി എന്ന് മാത്രം ആശ്വസിക്കാം, അഭിമാനിക്കാം. കോടതി വിധി വന്നപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ കരമുയർത്തി യേശുവേ നന്ദി എന്ന് പറഞ്ഞു. 70 വർഷങ്ങൾക്ക് ശേഷം സഹോദരനെ കോടതി കുറ്റവിമുക്തൻ ആക്കിയ വിധിയെക്കുറിച്ചുള്ള തന്റെ പ്രതികരണം സ്റ്റിന്നിയുടെ സഹോദരിമാരിൽ ഒരാളായ കാതറിൻ റോബിൻസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വിധിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഈ ദിവസത്തെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഒരുപാട് കാലമായി. ബാല്യത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ഞാൻ ഭയപ്പെടുന്നു. ജോർജിനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഇപ്പോഴും ഒരു വിറയൽ എന്നിലൂടെ കടന്നു പോകുന്നു എന്ന് കാതറിൻ പറഞ്ഞു വെക്കുന്നു. കോടതി 70 വർഷങ്ങൾക്ക് ശേഷം ജോർജ് സ്റ്റിന്നിയെ കുറ്റവിമുക്തൻ ആക്കിയത് അവന്റെ വീട്ടുകാരെ സന്തോഷിപ്പിച്ചുവെങ്കിലും കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ കോടതി വിധിയിൽ നിരാശയാണ് പ്രകടിപ്പിച്ചത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല. 14 വയസ്സുള്ള ജോർജിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ശരിയായില്ലെന്ന് പറയുമ്പോഴും ജോർജ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാൻ അവർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പത്രങ്ങൾ പറയുന്നത് ഒന്നുമല്ല ശരിയെന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി. വെള്ളക്കാരി പെൺകുട്ടികളുടെ കൊലപാതകം നടന്ന സമയത്ത് ജോർജ് തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഒരു മാറ്റവുമില്ലാത്ത സഹോദരങ്ങൾ ഒരുപോലെ ആവർത്തിച്ചിട്ടുണ്ട്. തലയോട് പൊട്ടി ഗുരുതരമായ രക്തസ്രാവം മൂലമാണ് പെൺകുട്ടികൾ മരിച്ചതെന്ന് വ്യക്തമായിട്ടും മൃതദേഹം കണ്ടെത്തിയ കുഴിയിൽ രക്തം അതനുസരിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഒരിടത്ത് വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് ആകാനായിരുന്നു സാധ്യത. ഇതൊക്കെ ജോർജിനെ കുറ്റവിമുക്തൻ ആക്കാവുന്ന കാരണങ്ങൾ ആയിരുന്നു. അതെന്തായാലും ജോർജ് നിരപരാധിയാണ് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എങ്കിലും പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടു എന്നത് വാസ്തവമാണ്. അപ്പോൾ ഒരു കൊലയാളി തീർച്ചയായും ഉണ്ട്. ആരാണ് ആ കൊലപാതകി?
ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. അക്കാലത്ത് അൽക്കോലുവിൽ ധനികനായ ഒരു വ്യവസായി ഉണ്ടായിരുന്നു, ജോർജ് ബുർക്ക് സീനിയർ. അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നു, ജോർജ് ബുർക്ക് ജൂനിയർ. ജോർജ് സീനിയറുടെ വീട്ടിലെ ജോലിക്കാരിയായി കുറെ കാലം എമി, അതായത് വധശിക്ഷയ്ക്ക് വിധേയനായ ജോർജ് സ്റ്റിന്നിയുടെ അമ്മ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു നാൾ ജോർജ് സീനിയർ എമിയോട് അപമാനകരമായ രീതിയിൽ പെരുമാറുകയും അതേ തുടർന്ന് എമി ആ വീട്ടിലെ ജോലി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് ആ കുടുംബത്തോട് ശത്രുതയ്ക്കുള്ള കാരണമായി ജോർജ് സീനിയർ മാറ്റി. അപ്പന്റെ അതേ സ്വഭാവം തന്നെയായിരുന്നു മകൻ ജൂനിയർ ജോർജിനും ഉണ്ടായിരുന്നത്. അപ്പനെ കണ്ടു വളരുന്ന മക്കളുടെ സ്വഭാവം മറ്റൊന്ന് ആകാൻ സാധ്യത കുറവാണല്ലോ. അൽക്കോലുവിലെ സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്നു ജോർജ് ജൂനിയർ. അയാളാണത്രേ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത്. എന്നാൽ മകനെ രക്ഷിക്കാൻ ജോർജ് സീനിയർ ജോർജ് സ്റ്റിന്നിയെ കരുവാക്കുകയായിരുന്നു. മാത്രവുമല്ല, സ്റ്റിന്നിക്ക് വധശിക്ഷ നൽകിയ ജൂറിയിലെ പ്രധാന അംഗവുമായിരുന്നു ജോർജ് സീനിയർ. പെൺകുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയതാകട്ടെ ജോർജ് സീനിയറിന്റെ സ്ഥലത്തിന് സമീപത്തു നിന്നും ആയിരുന്നു. ഇതെല്ലാം അന്നു മുതൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ആയിരുന്നു. പക്ഷേ പോലീസ് ആ വഴിയെ സഞ്ചരിച്ചതേയില്ല. അല്ലെങ്കിൽ ആ വഴിയെ പോകാൻ ജോർജ് സീനിയർ പോലീസിനെയോ കോടതിയോ അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ജോർജ് സ്റ്റിന്നിയുടെ വധശിക്ഷ നടപ്പിലാക്കിയതിന്റെ 3 വർഷങ്ങൾക്ക് ശേഷം ജോർജ് ബുർക്ക് ജൂനിയറും മരണമടഞ്ഞു എന്നുള്ളത് കാലം കാത്തുവെച്ച കാവ്യ നീതി ആയിരിക്കാം. 29 വയസ്സ് മാത്രമേ അപ്പോൾ അയാൾക്ക് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 2014 ജോർജ് സ്റ്റിന്നിയെ കുറ്റവിമുക്തൻ ആക്കിയെങ്കിലും ജോർജ് സ്റ്റിന്നിയുടെ വധശിക്ഷ ഉയർത്തിവിട്ട അനുരണനങ്ങൾ അടങ്ങിയിട്ടില്ല. ജോർജ് സ്റ്റിന്നി ഫണ്ടിന് കാരണമായത് ഈ വധശിക്ഷ ആയിരുന്നു. നിരപരാധിയായിരുന്നിട്ടും വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരുടെ കുടുംബങ്ങൾക്ക് $10 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന നിയമം അനുശാസിക്കുന്ന ബില്ലാണ് ഇത്. ഈ ബില്ലിന് ജോർജ് സ്റ്റിന്നി ഫണ്ട് എന്നല്ലാതെ മറ്റൊരു പേരും യോജിക്കുകയില്ല. പുസ്തകമായും സിനിമയായും ജോർജ് സ്റ്റിന്നിയുടെ ജീവിതകഥ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഡേവിഡ് സ്റ്റൗട്ട് രചിച്ച കരോലിന സ്കെൽറ്റൻസ്, ആൽബർട്ട് ഫെഞ്ചിന്റെ ബില്ലി, കെൻഡാൽ ബെല്ലിന്റെ ട്രിപ്പിൾ ട്രാജഡി ഇൻ അൽക്കോലു എന്നിവയെല്ലാമാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ. ജോർജ് സ്റ്റിന്നി ജൂനിയർ ജീവിച്ചിരുന്ന കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകം അവനോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. നിരപരാധിയായ ആ ബാലന്റെ ജീവിതം അന്യായമായി അവസാനിപ്പിച്ചു എങ്കിലും അവന്റെ ഓർമ്മ ഇന്ന് നീതിയുടെയും മനുഷ്യാവകാശത്തിന്റെയും പോരാട്ടത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ജോർജ് സ്റ്റിന്നിയുടെ ജീവിതം മനുഷ്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായിരുന്നുവെങ്കിലും ലോകത്തിന് നീതി തേടാനുള്ള ധൈര്യവും മനുഷ്യ സ്നേഹത്തിന്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന കഥ കൂടിയായി മാറുകയാണ് അത്. മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ പ്രതീകവും കൂടി ആണ് ആ കഥ.